നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞിട്ട് ഒരാഴ്ചയാണ് പിന്നിട്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇതാ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നിയന്ത്രിച്ച റഫറി വിരമിച്ചിരിക്കുന്നു, റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണാവോ കാര്യം? 46 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തൻ്റെ കരിയർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്ലാവ്കോ വിൻസിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നിയന്ത്രിച്ച സ്ലൊവേനിയൻ റഫറി വിരമിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ അസോസിയേഷനാണ് ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് സ്ലൊവേനിയ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: 1 week after the World Cup final in United States, Slavko Vincic officially concluded his historic refereeing career at the top of the world. ലോകത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നിയന്ത്രിച്ച സ്ലാവ്കോ വിൻസിച്ച് ഇതാ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഒഫീഷ്യലി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ അസോസിയേഷനായിട്ടുള്ള സ്ലൊവേനിയൻ ഫുട്ബോൾ അസോസിയേഷൻ നിരവധി മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള വിൻസിച്ച് ഇപ്പം ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം, ഈ വേൾഡ് കപ്പിൽ തന്നെ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അൾജീരിയ 2-1 ജോർദാനെ പരാജയപ്പെടുത്തിയ മത്സരം അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. മെക്സിക്കോയുടെ ഇക്വഡോറിനെതിരെയുള്ള 2-0 വിജയം അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഫൈനൽ നിയന്ത്രിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഫുട്ബോൾ കളത്തിൽ ഇനി കാണാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പലതരത്തിലുള്ള വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. പ്രത്യേകിച്ച് അത് വലിയ എതിർപ്പുമായിട്ട് രംഗത്തേക്ക് വന്നത് അർജൻറ്റീൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. ആ കളിയിൽ അദ്ദേഹം യെല്ലോ കാർഡ് മുഴുവൻ കൊടുത്തതും അർജൻറ്റീനക്കാർക്കായിരുന്നു. സ്പാനിഷ് താരങ്ങളും അതുപോലെ തന്നെ ഫൗളുകളൊക്കെ ചെയ്തിട്ടും അദ്ദേഹം അത്തരത്തിലുള്ള യെല്ലോ കാർഡുകളൊന്നും കൊടുത്തില്ല. ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വേറെ പലതും ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ലയണൽ സ്കലോനി പിന്നീട് കളിക്ക് ശേഷമൊക്കെ പറഞ്ഞത് റഫറിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല റഫറിങ് ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് കോച്ച് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഇതാ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞതിന് പിന്നാലെ ഒരാഴ്ച പോലും പിന്നിടുന്ന മുമ്പ് അദ്ദേഹം തൻ്റെ കരിയർ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.